ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഇത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ അച്ചാറിന് മാങ്ങ അരിയാറ്. നിങ്ങൾ ഏത് രീതിയിലാണോ അതുപോലെ നിങ്ങൾക്ക് അരിയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് എന്ത് ചെയ്യണം, വേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ വേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നടുകീറിയതും പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളക് നടുകീറിയതും കൂടെ ആ നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ അടിപൊളി സ്മെല്ല് വരും. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലാണോ അച്ചാറിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വഴിയേ മനസ്സിലാവും കേട്ടോ. ചെറിയ പാത്രം ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി മാത്രം പാത്രം മതി. അപ്പോൾ അതായത് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇവിടെ ഉമ്മതേ മാങ്ങ അരിഞ്ഞു വെച്ച മാങ്ങയിലേക്ക് ഉപ്പ് ഇടുന്നുണ്ട്. അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടണില്ല കേട്ടോ. ഉമ്മ സാധാരണ അച്ചാറിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല. അച്ചാറിൻ്റെ ഒരു കളറ് പോകാനും മഞ്ഞൾപ്പൊടി ഇടാറില്ല. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഉലുവട പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മാങ്ങയിൽ ഉപ്പും മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ മാങ്ങയുടെ പാത്രത്തേക്ക് അങ്ങനെ കൊട്ടിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആ മൂപ്പിച്ച പാത്രത്തിലേക്ക് കുറച്ച് സൊർക്ക് ഒഴിച്ചിങ്ങാനിട്ട് അതൊന്നവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ മാങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സൊർക്ക ചൂടാക്കാൻ വെച്ചത് തിളയ്ക്കണ്ട കേട്ടോ, അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കും മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിക്കണ്ടേ, ഈ രീതിയിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ പച്ചമണം മാറും, അങ്ങനെ ഒരുപാട് സംശയം ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇതുപോലെ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഉമ്മ ഇതിനെ തട്ടിക്കൂട്ട് അച്ചാർ എന്നാണ് പറയുക. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അച്ചാർ ഈ രീതിയിൽ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതാ നമ്മൾ ചൂടായ സൊർക്ക അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിയിലെ കുത്തോ പച്ചമണോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ എണ്ണയിലിട്ട് മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് കരിയണ പ്രശ്നം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മുളക് പൊടി കുറച്ച് കുറവെന്ന് തോന്നിയപ്പോൾ ഉമ്മ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു സംശയമോ പേടിയോ വേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കുപ്പിയിലാക്കാം. കുപ്പിയിലാക്കുന്ന സമയത്ത് കുപ്പിയിൽ നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെയും പറയണം, മസ്റ്റ് ട്രൈ ആണ്. ഇതുപോലെ ഒന്ന് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ടോ.